നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പുതിയ ആരോപണ ശരങ്ങളുമായി ഷോൺ ജോർജ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ലാവ്ലിനിൽ ക്ലീൻ ചിറ്റ് നൽകിയ IT ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ഷോൺ ജോർജ് പുതിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. 2008 ലാവ്ലിനുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പ് അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് നൽകിയത് R മോഹനാണ്. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള സ്പെഷ്യൽ ഓഫീസറാണ്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരണ സ്മരണ എന്ന നിലയിലാണ് ഈ നിയമനമെന്ന് സംശയിക്കുന്നുവെന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം. ഇക്കാര്യത്തിൽ പരാതി നൽകുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ലാവ്ലിനിൽ കിട്ടിയ കമ്മീഷൻ തുക സിംഗപ്പൂരിലെ കമല ഇന്റർനാഷണലിൽ നിക്ഷേപിച്ചു എന്നതിനെ പറ്റിയായിരുന്നു R മോഹൻ അന്വേഷിച്ചത്. ആദായ നികുതി വകുപ്പ് അഡീഷണൽ ഡയറക്ടറായിരുന്നു R മോഹനെന്നും ഷോൺ ജോർജ് ചൂണ്ടിക്കാണിച്ചു. ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് അനുകൂല റിപ്പോർട്ട് സമ്പാദിച്ചതെന്ന് ഇതിലൂടെ വ്യക്തമാകുമെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. റിപ്പോർട്ടുകൾ പുറത്തുവരില്ലെന്ന ആത്മവിശ്വാസമാണ് ഇവരെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. മുൻ ചീഫ് സെക്രട്ടറിയുടെ സഹോദരൻ കൂടിയാണ് R മോഹനൻ. ഇതൊരു വലിയ കൊള്ള സങ്കേതമാണ്. ഒരറ്റത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല എന്നും ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ നൽകുന്നത് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയാണ്. BJPയിൽ ചേർന്ന PC ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും ഇടപെടലിന്റെ ഫലമാണ് തീരുമാനം. ഭാഗ്യസമ്മർദ്ദങ്ങൾക്ക് ഏജൻസികൾ വഴിപെടില്ല. ഗുരുതര തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം. ഇതിനുവേണ്ടിയാണ് ഹൈക്കോടതിയിൽ ഹർജിയുമായി ഷോൺ ജോർജ് പോയത്. ഈ സാഹചര്യത്തിൽ ഇനിയുള്ള 8 മാസം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നിർണായകമാണ്. വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം കത്തിപ്പുകയവേ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉന്നത തലത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രതിപട്ടികയിലുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഏജൻസിയാണിത്. മറ്റ് അന്വേഷണ സംവിധാനങ്ങൾക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ SFIO അന്വേഷണം മുഖ്യമന്ത്രിക്കും മകൾക്കും നിർണായകമാണ്. ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് മകൾ ബിസിനസ് തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയുടെ അക്കൗണ്ട് വിവരങ്ങളും പരിശോധിക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്തേക്കും എന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അഡല്ലിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘത്തെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരുന്നു. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ ഉന്നതതല ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി നിശ്ചയിച്ചതായി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. 8 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. എക്സാലോജിക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ആരോപണം ഉയരുന്നതിനെപ്പറ്റി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ചർച്ച വന്നപ്പോൾ തന്റെ കൈകൾ ശുദ്ധമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര അന്വേഷണമെന്ന് CPM കുറ്റപ്പെടുത്തിയിരുന്നു. അന്ന് തന്നെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വരുന്നുവെന്നതാണ് വസ്തുത. എന്തായാലും കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിച്ചിരുന്നു. എന്തായാലും താൽക്കാലിക ആശ്വാസം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കിട്ടിയിരിക്കുകയാണ്. ഒരു ഉത്തരവ് വരുന്നത് വരെ കടുത്ത നടപടികളിലേക്ക് പോകരുതെന്ന് SFIOയ്ക്ക് കർണാടക ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, മാസപ്പടി വിവാദത്തിൽ അന്വേഷണം തുടരട്ടെ എന്ന് കേരള ഹൈക്കോടതിയും വാക്കാൽ പരാമർശം നടത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.